ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കക്ക ഇറച്ചി കിട്ടിയിട്ടുണ്ട്, നമുക്ക് തോരൻ വയ്ക്കാം. അതിങ്ങനെയാണ് വൃത്തിയാക്കി എടുക്കുന്നത്. അതിൻ്റെ ഒരു സൈഡ് ഞെക്കുമ്പോൾ അതിൻ്റെ അഴുക്ക് കിളവി വരും. അതിനുശേഷം നല്ലവണ്ണം 3-4 വെള്ളം ഇതേപോലെ ഞെവിടി കുലുക്കി കഴുകി കളയണം, അല്ലെങ്കിൽ മണ്ണ് കടിക്കും. വൃത്തിയായിട്ട് കഴുകി എടുക്കണം. ഇത് നല്ല വലിയ കക്കയായതുകൊണ്ട് വലിയ പാടില്ലായിരുന്നു. പിന്നെ ആ വെള്ളം ലാസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുത്തുകൊണ്ട് വരണം. അതിനുശേഷം ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് കടുക് വറുത്ത് കറിവേപ്പില ഇട്ട് പിന്നെ ഇങ്ങനെ തേങ്ങ കുത്ത് ഇട്ടൊന്ന് മൂപ്പിക്കണം. അതായത് ഒരു ബ്രൗൺ കളർ. അതിന് ശേഷം പച്ചമുളക്, പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി, പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി, അതൊക്കെ നമുക്കറിയാമല്ലോ നമ്മുടെ ഒരു ആവശ്യത്തിന്. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂക്കുമ്പോഴത്തേക്കും ഇത് ഒരു സവാളയുണ്ട്, പിന്നെ ചെറിയ ഉള്ളിയും കൂടെ ഉണ്ട് കേട്ടോ. ചെറിയ ഉള്ളി മാത്രമായാലും നല്ലതാണ്. അതൊന്ന് വഴറ്റിയതിന് ശേഷം ഈ വൃത്തിയാക്കി വെച്ചേക്കുന്ന കക്ക ഇറച്ചിയും കൂടെ അതിനകത്ത് ഇട്ട് ഇളക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇളക്കി തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഉണ്ടായിരിക്കും. അതുമല്ല ഒന്ന് ചെറുതായിട്ട് വെന്ത കക്കയാണിത്. അപ്പോൾ ഇത് അടച്ചു വെച്ചേക്കുമ്പോൾ അതിനകത്തുനിന്ന് ആവശ്യത്തിന് വെള്ളം ഇറങ്ങിക്കോളും. കണ്ടോ, വെള്ളം ഉണ്ട് അതിൽ. ഇനി കുറച്ച് നേരം കൂടെ അടച്ചു വെച്ചേക്കണം. അതിനിടയ്ക്ക് ചക്ക അവിയൽ. അപ്പോൾ ചക്കയും ചക്കക്കുരുവും കൂടെ അരിഞ്ഞ് ഉപ്പുമിട്ട് കറിവേപ്പിലയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവാൻ വയ്ക്കണം. തിളയ്ക്കുമ്പോൾ ഒന്ന് ഇതേപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് അരപ്പിനായിട്ട് തേങ്ങയും കാന്താരി മുളക്, ജീരകം, വെളുത്തുള്ളി ഇത്രയും ഒന്ന് ഇട്ടതിന് ശേഷം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇത്തിരി നേരം അടച്ചു വെച്ചിട്ട് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചക്ക അവിയൽ സെറ്റായി. അതിനിടയ്ക്ക് കക്കയ്ക്കുള്ള അരപ്പാണിത്. ആവശ്യത്തിന് തേങ്ങ, മഞ്ഞൾപ്പൊടി, പിന്നെ ചതച്ച മുളക്. ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ കുരുമുളക് പൊടി. ഇതിനകത്ത് കുരുമുളക് പൊടിയാണ് കുറച്ചധികം വേണ്ടുന്നത്. കുരുമുളക് പൊടി, പിന്നെ ഇത് മല്ലിപ്പൊടി. ചക്ക അടച്ച് വച്ചിരുന്ന ഇളക്കുവാണ് കേട്ടോ. നമ്മൾ ഇട്ട് വെച്ചേക്കുന്ന അരപ്പ് തേങ്ങയായിട്ട് നല്ലോണം ഞെവിടിച്ചെടുത്തിട്ട് ഇങ്ങനെ നടുക്കൊരു കുഴി ഉണ്ടാക്കി അതിനകത്തിട്ട് ഇങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചേക്കണം. കുറച്ച് നേരം എന്നിട്ട് അടച്ച് വെച്ചേക്കണം. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇത് തുറന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് മസാലപ്പൊടിയും കൂടെ ഇടണം കേട്ടോ. നമ്മുടെ തോരൻ സെറ്റ്. ചോറ് കഴിച്ചാലോ. ചക്കവിയൽ. ഇത് ഇന്നലത്തെ പുളിശ്ശേരിയുടെ മാങ്ങയില്ല, പുളിശ്ശേരി മാത്രം. പിന്നെ രസം, പുളിശ്ശേരി രസവും കൂടെ ചക്കയും കൂടെ നല്ല കോമ്പിനേഷനാണ്. ഇത് തേങ്ങ വറുത്ത തീയൽ, ഇന്നലത്തെ ഇച്ചിരി ഉണക്കക്കറി, കക്കത്തോരൻ. കുറച്ച് ചക്ക എടുത്ത് ഇങ്ങനെ ഈ പുളിശ്ശേരിയും രസവും കൂടെയുള്ള ചോറിനകത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് കുറച്ച് തീയലിൻ്റെ കുറച്ചുകൂടെ എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് ആ തോരനകത്ത് ഇങ്ങനെ മുക്കിയിട്ട് കഴിക്കണം. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.